അപ്പോൾ കോഴിക്കോട് പുതിയറയിലുള്ള അംബിക മെസ്സിലേക്ക് ഇതാ ഊണ് കഴിക്കാൻ പോവാണ്. ഇവിടെ നല്ല തിരക്കാട്ട് ഉച്ച സമയത്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ടേബിൾ പെട്ടെന്ന് തന്നെ ഫ്രീ ആയി. ഒരു ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഇല കൊണ്ടുവെക്കുന്നുണ്ട്. ഇല കണ്ടിട്ട് അത്യാവശ്യം വൃത്തിയുണ്ട്. എനിക്ക് കഴുകണ്ടല്ലോ അല്ലേ, മടിയാവുന്നു. ചോറ് പോന്നോട്ടെ. ഒരാൾക്കുള്ള ചോറേ മതി, കുറച്ചും കൂടി മതിയല്ലോ. നല്ല സാമ്പാറായിരിക്കും വിചാരിക്കുന്നു കേട്ടോ. ഗ്ലാസ്സൊക്കെ കൊണ്ട് വെച്ചേക്കണ്. അതെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണം പ്രത്യേകിച്ച്. മീൻകറി ഉണ്ടായിക്കോട്ടെ അല്ലേ, ഒരു ഭംഗിക്ക്. രണ്ടും കൂടി ഒന്നിച്ച് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? സൈഡ് പോന്നോട്ടെ. അച്ചാറിട്ടേക്കണ്, തേങ്ങൻ്റെ എന്തോ ചമ്മന്തി ഇട്ടേക്കണ്, പയറുപ്പേരി, ലാസ്റ്റ് ഇട്ടതിൻ്റെ പേര് അറിയില്ല കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ ആണല്ലോ. അപ്പം നമ്മൾ വലിയ ഫിഷ് ഫ്രൈയിലേക്കൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഒരു അയിലയിൽ ഒതുക്കിയിട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവേ കുറച്ച് ഫാസ്റ്റായിട്ട് കഴിക്കും, എന്താണെന്നറിയില്ല. ഞാൻ കഴിച്ചു കഴിഞ്ഞ് ഞാനിതാ ഇബ്രാഹിമിനെ വെയിറ്റ് ചെയ്യാണ്. ഇബ്രാഹിം പൊതുവേ സ്ലോയിൽ വളരെ ആസ്വദിച്ചിട്ടാണ് കഴിക്കുക കേട്ടോ. അങ്ങനെ തന്നെയാണ് വേണ്ടതും. ഭക്ഷണം വളരെ ആസ്വദിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പം നമ്മളിത് ഇറങ്ങുകയാണ്. മോശമില്ലാത്തൊരു ഊണായിരുന്നു. ഞാനൊരു 10-ൽ 7 മാർക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഊണിന് 65 രൂപയും അയില ഫ്രൈക്ക് 100 രൂപ കേട്ടോ. അത് കുറച്ച് കൂടുതലല്ലേ? ആണോ? ഇവിടെ SD-ൻ്റെ ഒരു വണ്ടിയൊക്കെ അതാ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.